നമുക്ക് എല്ലാം തികഞ്ഞൊരു പാർട്ട്ണറെ നമുക്ക് കിട്ടണമെന്ന് നമ്മൾ വാശി പിടിച്ചാ, അങ്ങനെ എല്ലാം തികഞ്ഞ പാർട്ട്ണർമാരെ കിട്ടുന്നവരൊക്കെ അപൂർവമായിരിക്കും. പിന്നെ എല്ലാ ജീവിതത്തിലും അഡ്ജസ്റ്റ്മെന്റും അണ്ടർസ്റ്റാൻഡിങ്ങിലും ഒക്കെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പം ഭാര്യയ്ക്കും ഭർത്താവിനിടയില് പ്രശ്നങ്ങളുണ്ടാവുമ്പോ ഒന്നുകിൽ 1 2 ദിവസത്തിനുള്ളിൽ അത് സോൾവ് ആയിരിക്കണം. സോൾവ് ആവും. മിക്ക ബന്ധങ്ങളിലും അത് സോൾവ് ആവാനാണ് സാധ്യത. അഥവാ ഇത് ദീർഘകാലം നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർക്കിടയിൽ ആ സ്നേഹം എന്നുള്ളൊരു സംഭവം മാറിപ്പോയിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ ഒരു മൂന്നാമത്തെ പാർട്ട്ണർ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പല ബന്ധങ്ങളും അങ്ങനെ ഒരു ദീർഘകാലത്തെ വഴക്കായിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. പിന്നെ അല്ലെങ്കിൽ തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഉപദ്രവങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉള്ള ആൾക്കാരായിരിക്കും. ഒട്ടുമിക്ക ബന്ധങ്ങളും ഭാര്യാഭർതൃ ബന്ധങ്ങളാണെന്നുണ്ടെങ്കിൽ അവർ 1 2 ദിവസം മിണ്ടാതിരിക്കുമ്പോൾ തന്നെയും അവർക്ക് തമ്മിലൊരു വീർപ്പുമുട്ടൽ ഉണ്ടാകുന്നുള്ളൊരു ഒരു വിട്ടുകൊടുക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ തന്നെ വഴക്കുണ്ടാവും. നല്ല വഴക്കുണ്ടാവും. ചിലപ്പോൾ നല്ല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പലരുടെയും സ്വഭാവങ്ങൾ പലതാണല്ലോ. പക്ഷെ അതൊക്കെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോവാൻ പറ്റണം. അതൊക്കെ സോൾവ് ചെയ്ത് എത്ര കാലം നമുക്ക് ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളതിലാണ്. അല്ലാതെ നമ്മുടെ എല്ലാ അഭിപ്രായങ്ങളും പാർട്ട്ണർക്ക് വേണ്ടി നമ്മൾ മൂടി വെക്കുക എന്നതിലൊന്നും അർത്ഥമില്ല. നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മളും പറയണം. അവരുടെ അഭിപ്രായങ്ങൾ അവരും പറയണം. അങ്ങനെ പരസ്പരം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തും അണ്ടർസ്റ്റാൻഡിങ്ങിലും മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും.